Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. സത്യമാണോ? വെരി സാഡ്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്. റിയലി എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഓ എന്താ ചെയ്യാനാ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. സത്യം പറഞ്ഞ ഞാൻ വളരെ ദുഃഖിതയാണ്. ഓ അങ്ങനെ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അതെ, ഞാൻ വിഷമത്തിലാണ്. എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാ സംഭവിച്ചത്? മൊത്തത്തില് വെളുത്തു. തലനാരിഴക്കാ രക്ഷപ്പെട്ടത്. മേഡത്തിന്റെ മുടി നരച്ചിരിക്കുക, അതുകൊണ്ട് അവരിത്ര ദുഃഖിതായിരിക്കുന്നേ. കണ്ടോ കൂട്ടുകാരെ, ഹണി എന്തോ ആലോചിക്കുകയാണ്. മരമണ്ടന്മാർ ആലോചിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. സംശയമുണ്ടോ? അല്ല, ഇവൻ സീരിയസ് ആണ്. എന്താ പറ്റിയ നിനക്ക്? മേഡം വല്ലാത്ത വിഷമത്തിലാ. നിനക്കെങ്ങനെ അറിയാം? മേഡം ഫോണിൽ ആരോടോ സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്ത് കേട്ടായിരുന്നു? അവര് വളരെ ദുഃഖത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മുടി വെളുത്തു പോയത്ര, അതിന്റെ വിഷമത്തിലാണ്. സംഭവിച്ചതൊന്നും ഇനി ശരിയാക്കാൻ പറ്റില്ല. പ്രായമാകുമ്പോ ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോ. ഹണി പറഞ്ഞത് ശരിയാ. മേഡത്തിന്റെ മുടി വെളുത്തിരിക്കുക. അവർ കരുതുന്നത് അവർക്ക് പ്രായം കൂടുന്നു. സംശയമുണ്ടോ? മേഡത്തിന് അല്പം വെള്ളം മുടി ഉള്ളത് കൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അവര് ദുഃഖിതയാണല്ലോ. അവരൊരിക്കലും ദുഃഖിച്ചിരിക്കുന്ന കാണാൻ പാടില്ല. ആരും അവരോട് പോയി മുടി നരച്ച കാര്യം പറയരുത്. മനസ്സിലായല്ലോ? ശരി, നമുക്ക് മേഡത്തെ സന്തോഷിപ്പിക്കാനുള്ള വഴി കണ്ടെത്തണം. സംശയമുണ്ടോ? എന്നാ പോയി കണ്ടെത്താം. വരൂ. സുഖം തന്നെയല്ലേ? സുഖം. നാണം വന്നപ്പോൾ നാണിച്ചു നാണു. എന്റെ അമ്മോ, ഞാനിതാ വീണു. അടികൈ. ഇവിടെ വരൂ. നിങ്ങൾ എന്താ എന്നെ ഏതെങ്കിലും ചുമരാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ചാടി വന്ന് പോസ്റ്റിന്റെ പുറത്തിരിക്കുന്നത് പോലെ ഇരിക്കുകയാണല്ലോ. താഴേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ നല്ല പിടവടയ്ക്കും. പറഞ്ഞേക്കാം. കൊച്ചളിയ, സത്യത്തിൽ എനിക്കിപ്പോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. വെറുതെ വിഷമിക്കണ്ട, നമുക്ക് എന്തായാലും ഒരു പോം വഴി കണ്ടെത്താം. ഇവിടെ വരൂ. നിങ്ങളുടെ സംസാരത്തിൽ നിന്നും നിങ്ങളെന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നല്ലോ. മേഡത്തിന്റെ മുടി വെളുത്തിരിക്കുക, അതുകൊണ്ട് അവര് വല്ലാത്ത വിഷമത്തിലാ. മുടിയായാൽ തീർച്ചയായും വെളുക്കും. കള്ളിച്ചെടിയിൽ പഴമുണ്ടാവില്ല, റോസാപ്പൂവിൽ തേനുണ്ടാവില്ല. ഇതിൽ ദുഃഖിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഒരു ദിവസം എല്ലാവരുടെ മുടിയും നരയ്ക്കും. ഈ കാര്യം മാഡത്തിന് മനസ്സിലാക്കി കൊടുക്കണം. വീട്ടിലുള്ള പാറ്റ ഒരിക്കലും ആനയെ കടിക്കില്ല. മിസ് കാട്കർ, നിങ്ങളെ ഞാൻ ഒരിക്കലും ദുഃഖിതയായിരിക്കാൻ വിടില്ല. നിങ്ങളുടെ കവിത കേട്ട മേഡം തീർച്ചയായിട്ടും ദുഃഖിതയാവും. അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഔഷധ ചെടികളൊക്കെ ഇങ്ങോട്ടാ മാറ്റിയത്. മിസ് കാട്കർ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് അവരെ ദുഃഖിതയായിട്ട് കാണേണ്ടി വരും. ഒരിക്കലുമില്ല, ഞാൻ അവരെ സന്തോഷിപ്പിക്കും. പാവയ്ക്ക പച്ചക്ക് കഴിച്ചാൽ തീർച്ചയായും അതിൽ കയ്പുണ്ട്. മിസ് കാട്കർ, നിങ്ങൾ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്. അതെ മേഡം. ഖന സർ പറഞ്ഞത് വളരെ ശരിയാണ്. I know, but thank you so much for your compliment, Khanna sir. പക്ഷെ ഈ കോംപ്ലിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത് ഖന്ന സർ? സന്തോഷത്തിനല്ല, മേഡത്തിന്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയാ പറഞ്ഞത്. ഇന്ന് ഹാപ്പി ഡേ മാഡം. എല്ലാവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. മാഡത്തിനെ സന്തോഷപ്പെടുത്തട്ടെ. ഞാൻ പക്ഷെ സന്തോഷവതിയാണ്. എന്നാൽ നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കൂ മിസ് ഗാഡ്കർ. പൂ എന്നാൽ മണം വേണം, മണ്ണെന്നാൽ അതിന് ഗുണം വേണം. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. എന്തിനാ മേഡത്തിന് ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? ഇവിടെ വരൂ. താങ്കൾ കാട്കറാണോ? ആണെങ്കിൽ താൻ എങ്ങനെയാണ് അങ്ങനെ ആയത്? തന്റെ വാക്യത്ത് എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ഡോക്ടർ ബാലു, നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. എന്റെ പുതിയ ഹെയർ കളർ എങ്ങനെയുണ്ട്? ഹെയർ കളറോ? പക്ഷേ നിങ്ങളുടെ എല്ലാ ഹെയറും ഒരേ കളറിലാണല്ലോ. അതെയോ? എങ്കിൽ ആ ബ്യൂട്ടീഷ്യനെ ഞാൻ ഇന്ന് ഒരു പരുവത്തിലാക്കും. അവൻ എന്നോട് പറഞ്ഞത് ഇപ്രാവശ്യം വളരെ ഡിഫറന്റ് ആയിരിക്കുമെന്നാണ്.
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഡൈ ആ എന്റേത് വെളുത്ത മുടിയാണ്, പക്ഷേ ഞാൻ ഡൈ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ആർക്കും മനസ്സിലാവില്ല. പൈപ്പ് കിടയിൽ വരും പ്ലംബർ. ഏജ് ഈസ് നത്തിങ് ബട്ട് എ നമ്പർ. അടികൈ. ഡോക്ടർ ബാലു, നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. മറ്റുള്ളവരിത് ചെയ്യാമല്ലേ? അതായത് വെളുത്ത മുടിയുള്ളവർ. ആ അതെ മാഡം, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓഹോ, ഇതെന്താണ്? ഞാൻ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? മാത്രമല്ല, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ സംസാരിക്കുമ്പോ അങ്ങനെ സംസാരിച്ചു പോയി. സംശയമുണ്ടോ? ഓഹോ, അത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഒരുപാട് പണിയുണ്ട്. ശരി, ഞാൻ പോവുകയാണ്. എന്നാൽ നിങ്ങൾ എല്ലാരും പോയിക്കോളൂ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓഹോ, ദുഃഖമെന്നത് ദുഃഖമുള്ളവർക്ക് മാത്രമേ വരികയുള്ളൂ. ദുഃഖമില്ലാത്തവർക്ക് ഒരിക്കലും ദുഃഖം അങ്ങനെ വരികയില്ല. എന്നാൽ ഇപ്പോൾ മിസ് കാർക്കറെ കണ്ടിട്ട് അവർ ദുഃഖിതയാണെന്ന് തോന്നുന്നേയില്ല. അത് ശരിയാണ്, പക്ഷെ നമ്മുടെ മുന്നിൽ അത് കാണിക്കുന്നില്ല. അതെ മാഡം, ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ കേട്ടതാ. അവര് ദുഃഖിതയാണ്. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാകൂ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. സംശയമുണ്ടോ? പോപ്പന്റെ പക്കൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക ബണ്ണി? മുടി വെളുത്താലൊന്നും സംഭവിക്കില്ല എന്ന് മേഡത്തിന് നമ്മൾ വിശ്വാസം കൊടുക്കണം. മനസ്സിലായ? ബണ്ണിയുടെ പക്കലും ഒരു പ്ലാൻ ഉണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല. നിനക്കങ്ങനെ അറിയാം എന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടെന്ന്? എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് നീ ഉടൻ തന്നെ പറയില്ലേ എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ടെന്ന്, ഐഡിയ, എന്നിട്ട് കേക്കൂ എന്നൊക്കെ നീ പറയാറില്ലേ? പ്ലാനൊന്നുമില്ല, ഉണ്ടാക്കി എടുക്കണം. ആ ഉണ്ട വേണമെന്നുണ്ടെങ്കിലേ ഇതവിടെ ബോട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ട വെച്ച് നീ എന്താ ചെയ്യാൻ പോണേ? എടാ മരം കഴുതേ, അലുമ്പാക്കല്ലേ. പ്ലാൻ ഉണ്ടാക്കി എടുക്കണം. എന്തെങ്കിലും ആലോചിക്ക്. ഇവിടെ ഒരു കര സാർ, എന്ത് നല്ല കുട്ടികളാണിവർ. മിസ് കാർക്കറിന്റെ അടുത്ത് എന്തുമാത്രം സ്നേഹമാണ് അവർക്ക്. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം മധുരം. അപ്പൊ ഉണ്ടാകും മിസ് കാർക്കർക്ക് സന്തോഷം. അടികൈ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മിസ് കാർക്കർക്ക് നമ്മൾ വിശ്വാസം നൽകണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്റെ തലയ്ക്കകത്ത് കയറിയായിരുന്നോ? അതെ, നമുക്ക് എന്തായാലും ഈ കുട്ടികളെ സഹായിക്കണം. ഐഡിയ ഹണി, ഞാൻ ദാ പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ഓഹോ, എന്റെ അമ്മച്ചി, ഇത് ഒരുപാടങ്ങ് വെളുത്തു പോയല്ലോ. ഓഹോ, എന്താ? ഒന്നുമില്ല, ബണ്ണി എന്നോട് പറഞ്ഞായിരുന്നു മേഡത്തിന്റെ മുമ്പിൽ അത് പറയാൻ പാടില്ലെന്ന്. ഓഹോ, എന്നാ പറയേ, എന്താ അവൻ പറയരുതെന്ന് പറഞ്ഞത്? ഓഹോ, ഖന്ന സർ, നിങ്ങളുടെ മുടി മുഴുവൻ വെളുത്തു പോയല്ലോ. വീട്ടിലുണ്ടാകണം എപ്പോഴും ട്യൂബ് ലൈറ്റ്. ഞാൻ എന്റെ മുടിയിൽ ചെയ്തു ഹൈലൈറ്റ്. അടികൈ. പക്ഷെ എന്തിനാ വെളുപ്പിച്ചത്? ജയിക്കണമെങ്കിൽ എപ്പോഴും തോൽക്കാതെ പൊരുതും. മുടി വെളുത്തവർ എപ്പോഴും ബുദ്ധിമാനെന്ന് കരുതും. അടികൈ. ഓഹോ, ഇതെന്താ? ഈ വെളുത്ത നിറമുള്ള കാക്ക എന്തിനാണ് വീടിനകത്ത് കയറിയത്? ഓഹോ, ഞാൻ വെളുത്ത കാക്കയല്ല മേഡം. സംശയമുണ്ടോ? എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? മേഡം ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ വെളുത്ത കാക്കയെ പോലെ ഉണ്ടെന്ന്. കാണാൻ നന്നായിട്ടുണ്ട്. വൈറ്റ് ഈസ് ദ ബെസ്റ്റ്. എന്ത് കൊള്ളാന്നാ പറയുന്നത്? എനിക്ക് കാണുമ്പോ തോന്നുന്നത് നല്ല വെള്ള പായസത്തിൽ ജാം ഒഴിച്ചതുപോലെയാണ്. ഓഹോ, ഓ, മാഡം, ഈ മേഡം NGO നടത്തുകയാ. മേഡത്തിന്റെ പഴയ വസ്ത്രങ്ങളെല്ലാം ഇവർക്ക് ഡൊണേറ്റ് ചെയ്തേക്കൂ. ഓഹോ, അതെന്താന്ന് വെച്ചാൽ ഞാനത് അന്വേഷിക്കേണ്ടി വരും ബണ്ണി. കൊടുത്തേക്ക് മാഡം. ഇവരെ കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നി. നോക്കൂ മാഡം, ഇവരുടെ മുടി എത്രമാത്രം മനോഹരമാണ്. അതെ, വളരെ നന്നായിട്ടുണ്ട്. ഇവരുടെ തല കണ്ടിട്ടേ ഉമിക്കിരിയിൽ ആരോ പഞ്ചസാര കൊണ്ട് ഇട്ട പോലെ ഉണ്ട്. ഓഹോ, ഓ സോറി സോറി, കുട്ടിയാണ്, ക്ഷമിച്ചേക്കണേ. ഓഹോ, നിങ്ങൾ കളിയാക്കണമെന്ന ഇന്റൻഷൻ ഒന്നും അവനില്ലായിരുന്നു. ഏയ്, ഇതിൽ ഒരു വിഷമം എനിക്കില്ല. മുടി നരച്ചെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം? എന്റെ ഈ മരുന്ന് തലയിൽ തേച്ചാൽ മതി. വയസ്സായാലും സൗന്ദര്യം കിട്ടും. ചെറുപ്പത്തിൽ മുടി നരച്ചവർക്ക് നല്ല കറുത്ത മുടി കിട്ടും. എനിക്ക് വേണ്ടേ ഡ്യൂപ്ലിക്കേറ്റ് എണ്ണയെന്നും? ഇവിടെ ഒരു എന്റെ തൈലത്തെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുകയാണോ? കാട്ടിലെ സിംഹം ഡ്യൂപ്ലിക്കേറ്റ് ആണോ? മണക്കുന്ന പൂവ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? മാവിൽ നിന്ന് കിട്ടുന്ന മാങ്ങ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഈ തൈലം ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല. ഇത് തേച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അഴകാർന്ന കാർക്കൂന്തൽ. എനിക്ക് മുടി കറുപ്പാക്കണ്ട. സോഷ്യൽ മീഡിയയിൽ എന്റെ ഈ മുടി എന്ത് ഹിറ്റാണെന്നോ. എല്ലാവരും എന്നെ അഭിനന്ദിക്കുകയാണ്. ഇത് നല്ലത് തന്നെയാണ്. നിങ്ങളുടെ മുടിയും നിങ്ങളുടെ നിറവും വളരെ മനോഹരമാണ്. അതെ, ഇവരുടെ മുടി കണ്ടു തന്നെയാണ് ഞാനും കോപ്പി അടിച്ചത്. മിസ് കാർക്കർ, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ നോക്കൂ, എന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടം. ഓഹോ, അത് നല്ല കാര്യം തന്നെയാണ്. ഓ, താങ്ക് യു സോ മച്ച്.
പക്ഷെ ഐ ലവ് സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ. എനിക്ക് നരച്ച മുടി ഒരുപാട് ഇഷ്ടമാണ്. അവധി കിട്ടാതെ എന്തിനാണ് നാട്ടിൽ പോയത്? നിങ്ങൾ എന്തിനാണ് ദുഃഖിതയായത്? ഞാൻ എപ്പോഴാ ദുഃഖിതയായത്? അപ്പൊ മേഡം ദുഃഖിതയായിരുന്നില്ലേ? ഞാൻ എന്തിനാണ് ദുഃഖിതയാകേണ്ടത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹണി, മര്യാദയ്ക്ക് പറയൂ, എന്താ സംഭവിച്ചത്? ഞാൻ കഴുതയാണെന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ ഞാൻ അത്ര വലിയ കഴുതയൊന്നും അല്ല. കാരണം മേഡത്തിന്റെ മുടി നരച്ചത് കാരണം മേഡം വല്ലാതെ ദുഃഖിതയായിരുന്നു. പക്ഷെ മുടി വെളുത്തത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മേഡത്തിന് ഇവർ സമാധാനിപ്പിക്കായിരുന്നു. ഓ, എന്റെ മുടി എവിടെയാ വെളുത്തിരിക്കുന്നത്? ഓഹോ, ഇത് മൈദയാണ്, മൈദ. നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയില്ലേ, അപ്പൊ സംഭവിച്ചതാ. മാഡത്തിന്റെ മുടി വെളുത്തത് കൊണ്ട് മാഡം ആരോടോ ഫോൺ ചെയ്ത് വല്ല വിഷമിച്ചെന്ന് ഞങ്ങളോട് ഹണി പറഞ്ഞു. എന്ത്? ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? മേഡം രാവിലെ ഫോണിൽ പറഞ്ഞോണ്ടിരുന്നില്ലേ, വയസ്സും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ വല്ലാത്ത ദുഃഖത്തിലാണെന്ന്, മുടിയുടെയാണ് വെളുത്തു പോയതെന്ന്. ഡായ്, അത് ഞാൻ എന്റെ കൂട്ടുകാരിയോട് പറയുകയായിരുന്നു. അവളുടെ മുത്തശ്ശന്റെ കാലിൽ അവളുടെ മകൻ ബാറ്റ് കൊണ്ട് 6 അടിച്ചു. ഓഹോ, അദ്ദേഹത്തിന് വല്ലാതെ വേദനിച്ചു. കൂടാതെ അദ്ദേഹത്തിന് വയസ്സായില്ലേ, അദ്ദേഹത്തിന് പരിക്കേറ്റു. അതുകൊണ്ട് ഞാൻ ദുഃഖിതയായി. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കഴുതേ, അപ്പൊ നീയാണ് എല്ലാത്തിനും കാരണമല്ലേ? പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് എത്രമാത്രം സ്നേഹമാ ഉള്ളതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ കുട്ടികളെ, ഇനി എന്റെ മുടി വെളുക്കുകയാണെങ്കിലും എനിക്ക് ഒരിക്കലും വിഷമം വരില്ല. കാരണം എനിക്കറിയാം, വെളുത്ത മുടിയിലും ഞാൻ സുന്ദരി തന്നെ ആയിരിക്കും. തീർച്ചയായും മേഡം. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് പോലീസ് പൊക്കി. എന്റെ മുടിയെ സീബ്ര ക്രോസിംഗ് ആക്കി. എന്റെ അവസ്ഥ നോക്ക്. മേഡത്തെ സന്തോഷിപ്പിക്കാൻ വെളുത്ത കാക്കയായി മാറിയത് എനിക്ക് പണിയായി. സംശയമുണ്ടോ? എന്ത് പണി? ധൃതിയിൽ ഞാൻ എടുത്ത് അടിച്ചതേ പെയിന്റ് ആയി പോയി. ഇപ്പൊ കഴുകിയിട്ടും മാറുന്നില്ല, തുടച്ചിട്ടും പോകുന്നില്ല. ഇനി ഞാൻ തത്തയായിട്ട് മാറാൻ പച്ച പെയിന്റ് അടിക്കേണ്ടി വരും.